നിങ്ങളുടെ സ്നേഹത്തിന്റെ താളവും ചേരുമ്പോൾ തൃശ്ശൂരിന്റെ തെക്കേ ഗോപുര നട തുറന്നുകൊണ്ട് ഇതാ വരുന്നു പൂരവിളംബരവുമായി ഗജവീരൻ ദുബായ് രുദ്രനും അവന്റെ കൂട്ടാളിയും. ഇതാണ് തൃശ്ശൂർ പൂരം. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തെക്കേ ഗോപുര നട തുറന്നിറങ്ങി വരാറുള്ളത്. അതേ അനുഭവമാണ് ഓരോ തൃശ്ശൂർക്കാരന്റെയും മനസ്സിൽ. അതേ അനുഭവം തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ മറ്റുള്ള എല്ലാവർക്കുമായി പങ്കിട്ടു തരുന്നതും. ആരവങ്ങളും ആഹ്ലാദങ്ങളും ഹൃദയതാളങ്ങളും ഇലത്താളവും ചേർന്നുകൊണ്ട് ഇവിടെ അതാ പച്ച നിറത്തിലുള്ള സ്വർണം അലങ്കൃതമായ അടുക്കുകളുള്ള പച്ചക്കുണയുമായി അതോടൊപ്പം തന്നെ കോലത്തിന്റെ മുകളിൽ ചാർത്തുന്ന അതിമനോഹരമായ ആഭരണവുമായി പൂരപ്രേമികൾക്ക് വേണ്ടി ആവേശകരമായി ഇതാ ഒരുങ്ങുന്നു തൃശ്ശൂർ പൂരം. ഇതാ ഒരു ഗോപുരം കിടന്ന് ഗജശ്രേഷ്ഠൻ പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ആനയെ എന്ത് വിളിക്കാം? തെച്ചിക്കോട്ടുകാട് രാമേന്ദ്രൻ എന്ന് വിളിക്കാം. അതെ, ഓരോ പൂരവും വർണ്ണങ്ങളാണ് മനസ്സുകളിൽ നിറയ്ക്കുന്നത്. ഇതാ വരുന്നു ആ ഗജവീരൻ. തൃശ്ശൂരിന്റെ സ്വന്തം അനുഭവം ഈ സുവർണ നഗരിയിലേക്ക് പകർത്തി എഴുതിക്കൊണ്ട് കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നു ഗജവീരൻ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ. അമ്പല ഗോപുര നടയിൽ മസ്തകമഹിമയോടെ ഇതാ കോലം ഉയർന്നു കഴിഞ്ഞു. സ്വർണ്ണക്കോലത്തിന്റെ സുവർണപ്രഭയിൽ ഇതാ സൂര്യൻ എവിടെ നിന്നോ ഒളിഞ്ഞു നോക്കുന്ന ഈ മനോഹരമായ ആംഫി തിയേറ്ററിന്റെ തൃശ്ശൂർ പൂരം വേദിയിൽ നമ്മളെ താളത്തിന്റെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോകുന്ന താളത്തിന്റെ നാദഗോപുരങ്ങൾ തീർത്തുകൊണ്ട് കാലങ്ങൾ കൊട്ടിക്കയറിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ കൂട്ടന്മാരാർ എന്ന കുട്ടേട്ടൻ നയിക്കുന്ന ഇലഞ്ഞിത്ര മേളത്തിന് നിമിഷങ്ങളിൽ മാത്രം. എല്ലാ പൂരപ്രേമികളെയും ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ ഓർക്കുക. ഇത് മടപൂരം, തൃശ്ശൂർ പൂരം. മടപൂരം തന്നെ നിറങ്ങളുടെ ദർബാറായി മാറാൻ പോകുന്ന സമയത്ത് നിറങ്ങളുടെ മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കപ്പെടും. നിറങ്ങൾ തന്നെ പരസ്പരം ചോദിക്കും, എനിക്കാണോ ഭംഗി, നിനക്കാണോ?